വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ മിനി മേക്കപ്പ് ബാഗ്. ഇതാണ് എൻ്റെ ബാഗ്. ഇതേപോലെ കുറേ നാളായി ഇത് വാങ്ങിച്ചിട്ട്. ഒരു 3 വർഷം എങ്ങാനായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കോല കണ്ടിട്ട് മേടിക്കൊന്നും വേണ്ട, പക്ഷെ ആള് നല്ല ബാഗാണ്. ഇത് ഞാൻ ആമസോണിലാണോ ഫ്ലിപ്കാർട്ടിലാണോ എന്നറിയില്ല, ഏതിലോ ഒരു ഇതിന്ന് വാങ്ങിച്ചതാണ്. കണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർഗനൈസ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. അല്ലെങ്കിൽ മൊത്തം ചെറപറന്ന് കിടക്കാറുള്ളൂ. അപ്പൊ കാണാം. ഫസ്റ്റ് തൊട്ട് കാണാമേ. അയ്യോ, ഓക്കെ. അപ്പോൾ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ കുറച്ച് ബ്രഷുകളാണ്. ഇത് എൻ്റെ ഐഷാഡോ പല്ലറ്റ് ഉണ്ട്. കിറ്റല്ല, ഐഷാഡോ പല്ലറ്റ് ഉണ്ട്. പിന്നെ എന്താണ്, ബ്ലഷ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച ഒരു ബ്രഷിന്റെ കോംബോ ആയിട്ട് കിട്ടിയതാണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ ആണ്. ഓക്കെ, ഇത് സിസ് ബ്യൂട്ടിയുടെ ആണ്. ഇത് നൈക്കയുടെ ആണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ. ഇതിന് നല്ല റിവ്യൂ ഉള്ള ബ്രഷാണ് ഇത്. കുറേ പേര് ഇത് വാങ്ങിച്ചിട്ട് എൻ്റെ നല്ല റിവ്യൂ ഉള്ള ബ്രഷാണ് ഇത്. ഇതിലങ്ങനെ റിവ്യൂ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വലിയ മേക്കപ്പ് എന്നാലും ചെറിയൊരു മേക്കപ്പ് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള, അതിന് ആവശ്യം വരുന്ന ഒരു ബ്രഷ് മാത്രമാണ് ഇത്. ഓക്കെ, എല്ലാവരും ഉണ്ട്. എല്ലാ ഐഷാഡോ ഇടാനും ബ്ലെൻഡ് ചെയ്യാനും പിന്നെ സ്മോക്കി ഐസ് വരയ്ക്കാനും അങ്ങനെ കുറേ കാര്യത്തിനുള്ള ബ്രഷുകളുണ്ട്. ഓക്കെ, ഇത് ഇനി നമുക്ക് എന്ത് എടുക്കാം, ഈ സെറ്റ് എടുക്കാം. ഇതില് വേറെ ഒന്നുമില്ല, 2 കാജ്, കാജൽ 2 എണ്ണം ഉണ്ട്. 1 പ്ലമ്മിന്റെ കാജലും 2 മെബിലിന്റെ കാജലും. ഞാൻ പേര് നോക്കി വായിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, തെറ്റിപ്പോകാതെ പറഞ്ഞിരുമ്പോൾ തെറ്റരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ പേര് നോക്കി വായിക്കുന്നത്. അപ്പോൾ 1 പ്ലമ്മും 1 മെബിലിന്റെ കാജലാണ്. ഇതില് എനിക്ക് ഒരു റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും പ്ലമ്മിനേക്കാളും നല്ലത് എനിക്ക് മെബിലിനായിട്ടാണ് തോന്നിയത്. അപ്പോൾ 2 ഐബ്രോ പെൻസിൽ, ഐബ്രോ പെൻസിൽ അല്ല, കാജൽ. ഇത് രണ്ടും കാജൽ തന്നെയാണ്, പക്ഷെ കളറായിട്ടാണ്. ഒന്ന് ഗ്രീനിഷും ഒന്ന് ഗ്രീൻ ബ്ലൂ റേഞ്ചിൽ വരുന്ന കളറാണ് ഇത് രണ്ടും. ഇത് വലുതായിട്ട് ഉപയോഗിക്കാറില്ല, കണ്ടപ്പോൾ വാങ്ങിക്കണം എന്ന് തോന്നി വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളെ, ഈ അടുത്തൊന്നും വാങ്ങിച്ചതല്ല, ഇപ്പൊ 2 വർഷം എങ്ങാനും ആയിട്ടുണ്ടാവും. കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ചേക്കണ്ട്, ഇപ്പോഴൊന്നും വാങ്ങിച്ചതല്ല. പിന്നെ ഇത് നമ്മുടെ സിന്ദൂരം ചെയ്യേണ്ടത്, അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് സിസ് ബ്യൂട്ടിയുടെ ആണോ? അയ്യോ, ഇത് ഏതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. ഐബ്രോ പെൻസിലാണ്. ഇതും കുറേ നാളായി ഉപയോഗിച്ചിട്ട്. എനിക്ക് വേറെ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് നല്ല ഐബ്രോ പെൻസിലായിരുന്നു, പക്ഷെ അത് നിലത്ത് വീണത് ആകെ പൊട്ടിപ്പോയി. പിന്നെ ഉള്ളത് ഇത് മാത്രം. ഇത് ജസ്റ്റ് പെൻസിൽ, നമുക്ക് വലിയ കാര്യമായിട്ട് വലിയ ഉപയോഗമില്ല, വലിയ റിവ്യൂ ഒന്നും പറയാനില്ല. ഇത് ഏതിൻ്റെ ആണെന്നുള്ളത് പേരൊക്കെ മാഞ്ഞുപോയി, കുറേ നാളെത്തി വാങ്ങിച്ചുകൊണ്ട് പേരൊക്കെ മാഞ്ഞുപോയി. ഓക്കെ, ഇത് ഐബ്രോ പെൻസിൽ. അടുത്തത് ഇത് മസ്കാര. ഇത് മെബിലിന്റെ തന്നെയാണ് മസ്കാര, കൊളോഷ്യൽ ആണത്. മെബിലിന്റെ മസ്കാര ഇതും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതും കുറേ നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല മസ്കാരയാണ്. ഞാൻ അങ്ങനെ ഇതിന്റെ റിവ്യൂ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഞാൻ വേറെ എന്തിനേയും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ഇത് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ മെബിലിന്റെ മസ്കാര 2 ഒന്നല്ലല്ലോ, കുറേ ആയില്ലേ. ഓക്കെ, ഇനി നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 2 കാര്യം മെയിനായിട്ട് ചെയ്യും. 1 മോയ്സ്ചറൈസ് ചെയ്യും, 2 സൺസ്ക്രീനും. എൻ്റെ മോയ്സ്ചറൈസർ തീർന്നു പോയി.
പോൺസിന്റെ ആണ് മോയ്സ്ചറൈസർ. നല്ല മോയ്സ്ചറൈസർ ആണ് അത്. എനിക്ക് സൂപ്പർ ലൈറ്റ് പോൺസ് സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ എന്നാണ് തോന്നുന്നു അതിന്റെ പേര്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് അത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ മോയ്സ്ചറൈസറിൽ. നല്ല മോയ്സ്ചറൈസറാണ്, നല്ല റിവ്യൂ ഉള്ള മോയ്സ്ചറൈസറാണ് പോൺസിന്റെ. രണ്ടാമത്തെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇത് ഡോട്ട് ആൻഡ് കീയുടെ ആണ്. ഞാൻ വേറെ അക്കോളജിക്കയുടെ ഉപയോഗിച്ചിട്ടുണ്ട്, മിനിമലിസ്റ്റിന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അതില് എനിക്കങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ പ്രൊഫഷണലി ഒന്നും പറയാനറിയില്ല, പക്ഷെ ഞാൻ ഉപയോഗിച്ചേക്കണ ഈ പറഞ്ഞ സൺസ്ക്രീൻ ഒക്കെ നല്ലതാണ്. ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. ഓക്കെ, വാട്ടർമെലൺ ആണ് എൻ്റെ ഇത് വരുന്നത്, വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ. ഓക്കെ, എല്ലാം ഞാൻ മറ്റേ ഹൈലറോണിക് ആസിഡ് ഉള്ളതാണ് ഉപയോഗിക്കുന്നത്. നല്ല അക്വാജൽ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കാറ്. എനിക്കതാണ് എനിക്ക് ഓയിലി ആയിട്ട് എൻ്റെ ഫേസ് ഇരിക്കണം എപ്പോഴും. എനിക്കതാണ് ഇഷ്ടം. ഡ്രൈനേക്കാൾ എനിക്കിഷ്ടം, അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിനേക്കാൾ എനിക്കിഷ്ടം ഓയിലി ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ടും അങ്ങനത്തെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് മേക്കപ്പ് ഫിക്സർ ആണ്. പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞാൻ എനിക്ക് ഫൗണ്ടേഷനും മറ്റേ കോണ്ടൂറും ബ്ലഷും ഒക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരെങ്കിലും ചെയ്യുന്നത് കാണാനും എനിക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. ഞാനിപ്പോ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓൺലൈനായിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അയ്യോ, ഇത് എൻ്റെ ഷെയ്ഡ് ചേരുന്നതാണോ എന്നും പേടിയുണ്ട്. പക്ഷെ എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ചൊരു മാർസിന്റെ ഫൗണ്ടേഷൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ശേഷം ചിലപ്പോൾ ഇത് ഉപയോഗം വന്നിരിക്കാം. ഇത് മേക്കപ്പ് ഫിക്സർ സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. മോസ്റ്റ്ലി എൻ്റെ കയ്യിൽ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് ഉള്ളത് എല്ലാ പ്രൊഡക്റ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ചിലപ്പോൾ ഇത് ബാക്കിയുള്ള കുറെ പേര് ഉപയോഗിച്ച് അതിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചിട്ട് ഇതുവരെ തൊട്ടിട്ടില്ല. പക്ഷെ ഇനി ഉപയോഗം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ ഐലൈനർ ലാക്മേയുടെ ഐലൈനർ. പിന്നെ വേറെ ഒരു ടൈപ്പ് ഉണ്ട് ഇങ്ങനെ, അത് ജസ്റ്റ് ഇങ്ങനെ, ഇത് സാധാരണ ഐലൈനറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉണങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പീൽ ചെയ്ത് കളയാൻ പറ്റുന്ന ടൈപ്പ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ലാക്മേയുടെ അൾട്ടിമേറ്റ് ഗ്ലാം ഐലൈനർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോസ്റ്റ്ലി സ്വിസ് ബ്യൂട്ടിയുടെ ആണ് പ്രൊഡക്ട്സ് ഉള്ളത്. എന്നുവെച്ചാൽ അവർക്ക് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ എൻ്റെ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതും സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഡക്റ്റ് ആണ്. കാരണം അത് കുറച്ച് അഫോർഡബിൾ ആയതുകൊണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പെലറ്റ് ആണ്. ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം ഇതിൽ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ബ്ലാക്ക് ഷെയ്ഡ് എനിക്ക് സ്മോക്കി ഐസ് ഒക്കെ പറ്റാൻ. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര പ്രൊഫഷണലി മേക്കപ്പ് ചെയ്യുന്ന ആളല്ല, പക്ഷെ എന്നാലും എൻ്റെ രീതിയിലൊക്കെ സ്മോക്കി ഐസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഒക്കെ അത് പാളിപ്പോവും, എന്നാലും കുഴപ്പമില്ല, വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ പെല്ലറ്റ് 5 ആണ് ഇതിന്റെ ഷെയ്ഡിന്റെ വരുന്നത്. ആകെ കുറച്ച് കളേഴ്സ് ഉള്ളൂ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നുള്ള രീതിയിലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ ബ്ലാക്ക് കണ്ടിട്ടാണ്. എല്ലാത്തിനും ബ്ലാക്ക് ഇല്ല, നല്ല കളേഴ്സ് ഉള്ളതിലൊന്നും അവർ ബ്ലാക്ക് വെക്കില്ല. അപ്പോൾ ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പെല്ലറ്റ് വാങ്ങിക്കാൻ കാരണം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ച് യൂസ്ഫുൾ ആണ്. ഇനി നമ്മള് ഹൈലൈറ്റർ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ബേക്കഡ് ബ്ലഷർ ആൻഡ് ഹൈലൈറ്റർ ആണ് അടുത്തത്. ഹൈലൈറ്റും വരുന്നുണ്ട്, ബ്ലഷും വരുന്നുണ്ട്. ഇത് ഷെയ്ഡ് വരുന്നത് 3 ആണ് ഷെയ്ഡ് വരുന്നത്. കുഴപ്പമില്ല, കുറച്ചാളായിട്ടുള്ള ഉപയോഗിച്ചിട്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐ ഷാഡോ പാലറ്റ്.
എനിക്കിതിനെക്കുറിച്ച് അല്ല, ഐഷാഡോ പാലറ്റ് അല്ല, ഹൈലൈറ്റർ ആൻഡ് ബ്ലഷർ. എനിക്ക് ഇതിനെക്കുറിച്ചും ഐഷാഡോ പാലറ്റിനെ കുറിച്ചും വളരെ ഡീപ്ലി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല, കാരണം ഞാനത് ഉപയോഗിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററും വിത്ത് ബ്ലഷർ. പിന്നെ ഒക്കെ കൂടി ഇടിഞ്ഞ് വീഴുമാകുമോ? ഇത് രണ്ടും ഇതാണ് ഐഷാഡോ ആണ്. ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാ. ഇത് രണ്ടും സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഡക്ട്സ് മാത്രം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ രണ്ടെണ്ണമാണ് ഇത്. ഇതിന്റെ ഒരെണ്ണം 3 ഷെയ്ഡ് 3, ഒന്ന് 4, പീച്ചി ഓറഞ്ചും ലൈറ്റ് കോപ്പറും. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇത് അങ്ങനെയല്ല, എനിക്ക് ഇതുകൊണ്ട് ഉപയോഗം വന്നിട്ടില്ല. പക്ഷെ ഈ സെയിം ഷെയ്ഡ് ഞാൻ വാങ്ങിച്ച പെല്ലറ്റില് ഉണ്ട്. ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. ഓക്കെ, ഇതിനിടെ ഇത് ഫ്രീ കിട്ടിയതാണ്. പിന്നെ ലിപ് ബാം, ഹിമാലയയുടെ ലിപ് ബാം. നല്ല ലിപ് ബാമാണ്, കുഴപ്പമൊന്നുമില്ല. ലിപ് ബാം ഡെയിലി ആയിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഡെയിലി ആയിട്ട് ഉപയോഗിക്കാറില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ചിലർ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിപ് ബാമോ ഒക്കെ ഡെയിലി ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ സൺസ്ക്രീനൊക്കെ ഡെയിലി ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം ഞാനങ്ങ് പോണില്ല, വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ ഇപ്പം ചിലർ വീട്ടിൽ തന്നെ ആണെങ്കിലും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതും നല്ലതാണ്. ഞാൻ പക്ഷെ ഉപയോഗിക്കാറില്ല, ഒന്നും ഉപയോഗിക്കാറില്ല. മോയ്സ്ചറൈസർ ഉപയോഗിക്കാറില്ല, സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല, ലിപ് ബാം ഉപയോഗിക്കാറില്ല. ഇതൊക്കെ ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുക. പിന്നെ 2 പിന്നാണ്, അത് ആവശ്യം, സേഫ്റ്റി പിന്നാണ്. അത് ആവശ്യം എപ്പോഴെങ്കിലും വരാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചത്. ഇനി ഇത് നൈക്കയുടെ പ്രൈമറാണ്, ഫേസ് പ്രൈമർ. ഇതും ഞാൻ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാത്തതിന് കാരണം ഞാൻ ഇത് ഇട്ടിട്ട് ഈ ഫേസ് പ്രൈമർ എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൈമർ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ മേലെ കൺസീലർ ഇട്ടു. എന്താണ് എന്ന് എനിക്കറിയില്ല, കൺസീലർ ഇങ്ങനെ പൊടിഞ്ഞു പോയി. അതെന്താന്ന് എനിക്കറിയില്ല. അതിൽ പിന്നെ ഞാനിത് ഇടാറുമില്ല. പിന്നെ കൺസീലറാണ് ഉപയോഗിക്കുന്നത്. കൺസീലർ ഇതിലില്ല. എൻ്റെ കൺസീലർ നല്ലൊരു കൺസീലറിന്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് കളഞ്ഞു. എനിവേ, ഇത് ഇനി ഞാൻ ഇട്ടതിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ ഇട്ടതിന്റെ പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലം എത്തി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഐലൈനർ അവിടെ ഇവിടെയൊക്കെ ആയത്. ഓക്കെ, അതിൽ കടന്നിങ്ങനെ ആവണ്ട. ഓരോ ഐലൈനറൊക്കെ തുറന്ന് ചിലപ്പോൾ പോകുന്നൊക്കെ ഇടുന്ന ആവണ്ട. അപ്പോൾ ഒരു നൈക്കയുടെ പ്രൈമർ. അടുത്തത് ഇത് പിന്നെ ചെറിയ ഇത് പൊട്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ വേറെന്താ അറിയില്ല. പൊട്ട് ഞാൻ പറയുന്ന പൊട്ട്, നമ്മളെല്ലാവരും പറയുന്ന പൊട്ട്. ഓക്കെ, ഇത് പുതിയതാണ്, ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പൊ മീൻസ് ഇന്നലെ മിനിയാന്നോ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ കോംബ്, അഥവാ നമ്മൾ ചീപ്പ് എന്ന് പറയുന്നത് കോംബ്. ഇത് മരത്തിൻ്റെ ആണ്. അത് കണ്ട കുറേ നാളായി. ഇത് പൊട്ടി നിലത്തുകൊണ്ട് പൊട്ടിയൊക്കെ പോയി. ഇതും കുറേ നാളായി വാങ്ങിച്ചിട്ട്. നല്ല കോമ്പാണ്. സാധാരണ എല്ലാവരും ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു മരത്തിന്റെ ഇത് വുഡായിട്ടുള്ള കോംബോ ആണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ആ ഇടയ്ക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വാങ്ങിച്ചതാണ്. അവളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ എന്താ ഉണ്ട്, പൊട്ടിപ്പോയാലും ഞാൻ ഇതന്നെ ഉപയോഗിക്കാറ്. പിന്നെ കോംബ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല. ജസ്റ്റ് ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് കോംബ് ചെയ്ത് ഇടുന്ന ആളാണ്. പക്ഷെ ഞാൻ കോംബ് അങ്ങനെ റെയറായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇത് കോംബ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഇടയ്ക്ക് മൊത്തം കേളായിട്ട് ഇങ്ങനെ കിടക്കും. കീരി കഴിഞ്ഞാൽ വേവി ആയിട്ട് എടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആണ് എൻ്റെത്. ഓക്കെ, ഇനി മൊത്തം ലിപ്സ്റ്റിക്കുകളാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കിന്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വേറെ പറയാം. പക്ഷെ ഇപ്പം വേഗം പെട്ടെന്ന് ഓടിച്ചു പോവാം. ഇത് ലസ്റ്റർ എന്നാണ് തോന്നുന്നു. ലസ്റ്റർ ഇതൊരു ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചി UK കൊണ്ടുവന്നതാണ്. നല്ല ഷെയ്ഡാണ്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഇതുണ്ട്. പിന്നെ മെബ്ലിന്റെ ഒരു
മെബലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് സ്റ്റുഡിയോന്ന് എൻ്റെ കസിൻ വാങ്ങിച്ചതാണ്. പിന്നെ വീണ്ടും മെബലിൻ്റെ ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്ക്. ഇതും നൈക്കയുടെ ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് ഞാൻ പിന്നെ പറയാമേ, ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആയിട്ട് ഞാൻ പറയാം. ഇത് നൈക്കയുടെ തന്നെയാണ്. നൈക്കയുടെ മെബലിൻ്റെയും സ്വിസ് ബ്യൂട്ടിയുടെ ആണ് എൻ്റെ കയ്യിൽ ഉണ്ടാവുക, മെയിനായിട്ടും ലിപ്സ്റ്റിക് ഉണ്ടാവുക. പിന്നെ മാൾസിൻ്റെ ഉണ്ട് കേട്ടോ. മാൾസിൻ്റെ 2 എണ്ണം, ഒരേ കാറ്റഗറിയിൽ വരുന്ന 2 എണ്ണം. പിന്നെ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് കൂടി. ഓക്കെ, അപ്പം അത്ര ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ പറയാം, എന്തായാലും ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ മിനി ബാഗിലുള്ളത്. ഇതൊക്കെ ലാസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മിനി ബാഗിലുള്ളത്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്താ ഇതിനെ മിനി ബാഗ്, മേക്കപ്പ് ബാഗ് എന്ന് പറയാൻ കാരണം? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ, ഡെയിലി അല്ല, നമ്മൾ എവിടെയെങ്കിലും പോകാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒന്ന് കുറവുള്ളതും മറ്റേ പോൺസിൻ്റെ മോയ്സ്ചറൈസർ മാത്രമാണ്. വേറെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഉപയോഗിക്കാത്തതും ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ട് ഇതിൽ തന്നെയുണ്ട്. അപ്പം അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസർ. അത് നല്ല മോയ്സ്ചറൈസറാണ്. ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. പിന്നെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഈ കമൻറ്റിൽ ഇടാം. കാരണം ഞാൻ അത് നല്ല റിവ്യൂ ആണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ അതിന് നല്ല റിവ്യൂ ആണ് കൊടുക്കണമെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പോൺസിൻ്റെ മോയ്സ്ചറൈസർ നല്ലതാണോ എന്ന്. പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നല്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോയ്സ്ചറൈസറാണ്. ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ ഒരു ചേച്ചിയും ഉപയോഗിക്കുന്നത് ഇതേ മോയ്സ്ചറൈസർ തന്നെയാണ്. നല്ല മോയ്സ്ചറൈസറാണ്. അത് മാത്രമേ ഇതിൽ കുറവായിട്ടുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല, എന്നാലും വരും. അപ്പോൾ അത്രയേ ഉള്ളൂ, കഴിഞ്ഞില്ലേ? ഒന്നുമില്ല, ഇതൊക്കെ തിരിച്ചെടുത്ത് വെക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ